all, welcome to Happy School. CBSE 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് മാക്സിമം മാർക്സ് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് റിയൽ നമ്പേഴ്സ്. സോ ഈ ചാപ്റ്ററിലെ കീ പോയിന്റ്സ് പ്ലസ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ റിയൽ നമ്പേഴ്സിന് നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. സോ റിയൽ നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ, ഓർ ഇൻ അനദർ വേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ യൂണിയൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചും ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചും നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസും നമുക്ക് നന്നായിട്ട് അറിയാം. സോ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ: ദ നമ്പേഴ്സ് which can be expressed in the form of P by Q. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഒരു ഡെഫിനിഷന് ഈ ഒരു ചാപ്റ്ററിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊന്ന് റീകോൾ ചെയ്തത്. where P and Q are positive integers or integers and Q not equal to 0. നമ്മുടെ കണ്ടീഷൻ. ഓക്കെ. Then irrational numbers in the definition എന്ന് പറയുന്നത് those numbers which cannot be expressed in the form of P by Q. നമ്മൾ എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ട്. എന്താണ് റാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ്? 1/2, then 3/4, etc. Then irrational numbers-ന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത് റൂട്ട് നമ്പേഴ്സ്, then pi, e. Those are the irrational numbers. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 2 തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് തിയറം, fundamental theorem of arithmetic. So this theorem states that every composite number can be expressed as a product of primes, and this factorization is unique apart from the order in which prime factors occur. നമുക്കറിയാവുന്ന തിയറം തന്നെയാണ്. നമ്മൾ ഹോൾ നമ്പേഴ്സിനെ കോമ്പോസിറ്റ് നമ്പേഴ്സായിട്ടും പ്രൈം നമ്പേഴ്സായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? കോമ്പോസിറ്റ് നമ്പർ ഏതൊരു ഹോൾ നമ്പറും ഒന്നെങ്കിൽ ഒരു പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. പ്രൈം നമ്പർ മീൻസ് എന്താണ്? ദ നമ്പേഴ്സ് വിച്ച് ഹാവ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. ഏത് നമ്പറിനാണോ 2 ഫാക്ടേഴ്സ്, അതായത് 1 and the number itself is a prime number. Then composite number, the number which have more than 2 factors. Then more than 2 factors ഉള്ള നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറം എന്താണ്? ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ 180 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാൻ മീൻസ് പ്രൈം നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരിക. സോ നമുക്ക് സ്മോളസ്റ്റ് പ്രൈം നമ്പർ, നമുക്ക് പ്രൈം നമ്പേഴ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. സോ സ്മോളസ്റ്റ് പ്രൈം നമ്പറാണ് 2. 180 ഒരു ഈവൻ നമ്പറാണ്. സോ നമുക്ക് 2 വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 90. അഗെയിൻ an even number, so 2. 45. It's an odd number, so 2 ഇല്ല. then 3. നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് 4 + 5 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഓർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. സോ 4 + 5 9 ആണ്. സോ നമുക്ക് 3 വെച്ച് ചെയ്യാം. 1 5 again 3 then 5. സോ 180 എന്ന കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. 2 × 2 × 3 × 3 × 5 or 2² × 3² × 5. സോ 180 എന്ന കോമ്പോസിറ്റ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് 2² × 3² × 5. ഇത് ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ
180 എന്ന നമ്പറിൻ്റെ ഒരു യുണീക്കാണ്. യുണീക്ക് പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഈ ഒരു ഫാക്ടറൈസേഷൻ 180 എന്ന നമ്പറിന് മാത്രമേ ഈ ഒരു ഫാക്ടറൈസേഷൻ 180 എന്ന നമ്പറിൻ്റെ യുണീക്ക് ഫാക്ടറൈസേഷൻ ആണ്. സോ അതാണ് ഈ ഒരു തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ദ ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. സോ 3 സ്ക്വയർ ഫസ്റ്റ് എഴുതിയാലും ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറൈസേഷൻ 180 എന്ന നമ്പറിൻ്റെ യുണീക്ക് പ്രോപ്പർട്ടിയാണ്. സോ അതാണ് ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, HCF ആൻഡ് LCM ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. സോ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ HCFും LCMും കണ്ടുപിടിച്ചിട്ടുണ്ട് സ്മോൾ നമ്പേഴ്സിൻ്റെ. സോ ലാർജ് നമ്പേഴ്സ് വരുമ്പോൾ അവിടെ ആ ഒരു മെത്തേഡ് നമുക്ക് പോസിബിൾ അല്ല. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഏത് നമ്പേഴ്സിൻ്റെ HCF ഓർ LCM കാണാൻ പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് 6 ആൻഡ് 20 ഇത് സ്മോളർ നമ്പേഴ്സാണ്. സ്റ്റിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. 6ന് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 6 is equal to 2 into 3. Then 20 എന്ന് പറയുന്നത് 2 into 5 or 2 square into 5. ഇനി ഈ 6 and 20യുടെ HCF എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ടേക്കൺ വിത്ത് ദ ലോവസ്റ്റ് പവർ. സോ 6ൻ്റെയും 20യുടെയും HCF കാണാൻ 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലും 20യുടെ പ്രൈം ഫാക്ടറൈസേഷനിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? 2. 2ൻ്റെ ലോവസ്റ്റ് പവർ. സോ 2ൻ്റെ ലോവസ്റ്റ് പവർ ഏതാണ്? 1 ആണ്. സോ 2. വേറെ കോമൺ ആയിട്ട് ഈ രണ്ട് നമ്പേഴ്സിനും ഫാക്ടേഴ്സ് വരുന്നില്ല. സോ 6 and 20യുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ LCM ഓഫ് 6 and 20. 6 2 into 3 ആണ്. 20 2 square into 5. സോ LCM എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഓൾ പ്രൈം ഫാക്ടേഴ്സ് ടേക്കൺ വിത്ത് ദ ഹയസ്റ്റ് പവർ. ഇവിടെ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ആണ്, ഇവിടെ ഓൾ പ്രൈം ഫാക്ടേഴ്സ് ആണ്. സോ ഓൾ പ്രൈം ഫാക്ടേഴ്സ് ഏതാ? 2. 2ൻ്റെ ഹയസ്റ്റ് പവർ സ്ക്വയർ ആണ് വരുന്നത്. ദെൻ 3 ഒരു ഫാക്ടറാണ്. ദെൻ 5 വിച്ച് ഈസ് ഈക്വൽ ടു 4 into 3 12 into 5 60. സോ LCM ഓഫ് 6 and 20 is 60. സോ ഏതൊരു നമ്പേഴ്സ്, ഇപ്പം ഇവിടെ 2 നമ്പേഴ്സാണ് നമ്മൾ ചെയ്തത്, 3 നമ്പേഴ്സ് ആണെങ്കിലും 4 നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഏതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ആയിരിക്കും. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്. ഫോർ എനി 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് A and B, HCF ഓഫ് AB into LCM ഓഫ് AB is equal to A into B. നമ്മൾ 2 നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 620 എടുത്തത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. HCF നമുക്ക് 2 ആണ് കിട്ടിയത്. LCM 60 ആണ്. 2 into 60 120. നമ്മളെടുത്ത A and B. A 6 ആയിരുന്നു, B നമ്മൾ 20. സോ 6 into 20 is equal to 120. സോ എക്സാംസിന് ഫൈൻഡ് HCF ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല വരിക. മേ ബി HCF തരും, ദെൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് തരും, നമുക്ക് LCM കണ്ടുപിടിക്കണം. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കാം. സോ നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് തിയറം, ലെറ്റ് P be a prime number. If P divides A square, then P divides A, where A is a positive integer. സോ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളൊരു തിയറമാണ് പി ഒരു പ്രൈം നമ്പറാണ്. ദെൻ A സ്ക്വയർ. സോ A സ്ക്വയറിൻ്റെ ഒരു ഫാക്ടറാണ് P എങ്കിൽ
according to this theorem, p is also a factor of a. ഇതിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 4 സ്ക്വയർ എടുക്കാം. 4 സ്ക്വയർ ഈസ് 2 is a factor of 4 square. Then according to this theorem, 2 is also a factor of 4. ഇത് ട്രൂ ആണ്, ഈ ഒരു കേസ് ട്രൂ ആണ്. സോ ഈ ഒരു തിയറം നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു ഇറാഷണൽ നമ്പറിൻ്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സിൻ്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലംസിൽ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു തിയറം. സോ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ ക്യൂബ് ഓഫ് എ പ്രൈം നമ്പർ ഈസ്. സോ നമുക്കറിയാം പ്രൈം നമ്പറിന് 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതൊരു പ്രൈം നമ്പർ ആണെങ്കിലും അതിൻ്റെ ഫാക്ടേഴ്സ് 1 ആൻഡ് ദ പ്രൈം നമ്പർ ഇറ്റ് സെൽഫ്. ദെൻ പി സ്ക്വയർ ആണെങ്കിൽ 1 ആൻഡ് പി. ദെൻ എക്സ്ട്രാ വരിക പി സ്ക്വയർ. ഇഫ് പി ക്യൂബ് ആണെങ്കിൽ 1 വരും, പി വരും, പി ക്യൂബ് വരും. സോ ഒരു പ്രൈം നമ്പറിൻ്റെ ക്യൂബിന് പി സ്ക്വയർ പി ക്യൂബ് 4 ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. ഇതിപ്പം ക്വസ്റ്റ്യൻസ് ഒരു പി റേസ് ടു 4ൻ്റെ ഫാക്ടേഴ്സ് കാണാനാണെങ്കിൽ ഇറ്റ് സിംപ്ലി 4 + 1. ഒരു പി റേസ് ടു n ആണെങ്കിൽ അത് സിംപ്ലി n+1. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 2 positive integers p and q can be expressed as p is equal to ab square and q is equal to a cube b, where a and b being prime numbers, then LCM of pq is. നമുക്ക് LCM അറിയാം. LCM is the product of factors with the highest power. സോ നമുക്ക് ഫാക്ടേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എ ബി സ്ക്വയറും എ ക്യൂബ് ബിയും. സോ ഫസ്റ്റ് എ എന്ന പ്രൈമിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ്? എ ക്യൂബാണ്. ദെൻ ബി, ബിയുടെ ഹയസ്റ്റ് പവർ അവിടെ ബി ആണ്, ഇവിടെ ബി സ്ക്വയർ. സോ എൽ സി എം ഈസ് സിംപ്ലി എ ക്യൂബ് ബി സ്ക്വയർ. സോ ഓപ്ഷൻ സി. And the next question, if the LCM of 51 and 85 is expressible in the form 6m minus 9, then the value of m is. ഇവിടെ സിമ്പിൾ ആയിട്ട് എന്താണ്, നമുക്ക് എൽ സി എം കണ്ടുപിടിക്കണം, അതിനെ 6m minus 9 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം, ദെൻ സോൾവ് ചെയ്തിട്ട് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ 51 and 81. സോ എൽ സി എം ആണെങ്കിലും എച്ച് സി എഫ് ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. സോ 51 ചെയ്യുമ്പോൾ, സോ 5 + 1, 51 ഓഡ് നമ്പർ ആണ്, സോ നെക്സ്റ്റ് 3 ആണ്. 5 + 1 6 ആണ്, സോ 3 ചെയ്യാം. 51 1 7. സോ 51ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 3 × 70. ദെൻ 85ൻ്റെത് 8 + 5 13 ആണ്, സോ 3 പറ്റില്ല. നെക്സ്റ്റ് 5 1 then 7. 85 is equal to 5 × 70. ഇനി നമുക്ക് എൽ സി എം. എൽ സി എം എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് വിത്ത് ദ ഹയസ്റ്റ് പവർ ആണ്. സോ 3 5 and 70. സോ 70 നമ്മൾ 2 തവണ എഴുതണ്ട, നമുക്ക് 1 ടൈം എടുത്താൽ മതി. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 × 5 51 × 5 255 കിട്ടി. സോ എൽ സി എം കിട്ടിയിട്ടുണ്ട്. ഇനി 255നെ നമുക്ക് 6m minus 9 ആയിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് അൾജിബ്രൈക് ഫോം ആണ്. സോ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാം. 255 ഇതിനെ RHS എടുക്കുക. 6m is equal to 255 plus 9, which is equal to 264. Then m is equal to 264
by 6 which is equal to 44. Mന്റെ വാല്യൂ നമുക്ക് 44 കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The largest number which divides 17 and 125 leaving reminders 5 and 8 respectively is. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ലാർജസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജസ്റ്റ് നമ്പർ മീൻസ് LCM അല്ല, HCF കോമൺ ഫാക്ടർ ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്, ബിക്കോസ് 17 and 125ന്റെ HCF അല്ല, നമുക്ക് 5 and 8 ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 17 minus 5 is equal to 65. Then 125 minus 8 is equal to 117. So 65 in the prime factorization, 5 1 3, 5 into 13, 117 7 plus 3 ചെയ്യാം, because 7 plus 1 plus 1 9 ആണ്. 3 39 3 30, 3 square into 30. സോ ഇവിടെ കോമൺ ആയിട്ട് ഒരു ഫാക്ടറേ ഉള്ളൂ, 30. സോ ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 17 and 25 leaving reminders 5 and 8 respectively is 30. The answer is 30. Then next question. So നമ്മുടെ fourth question, if A is equal to 2 square into 3 raised to x, B is equal to 2 square into 3 into 5, C is equal to 2 square into 3 into 7, and LCM of ABC is equal to 3718, then x is equal to, നമുക്ക് xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. LCM given ആണ്. സോ ദ 3 numbers A, B, C, ഈ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് LCMന്റെ ഫോർമാറ്റ് കണ്ടുപിടിക്കാം. LCM എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വിത്ത് ഹയസ്റ്റ് പവർ. സോ ഇവിടെ ഓൾ ഫാക്ടേഴ്സ് ആണ്. 2 ഉണ്ട്, 3 ഉണ്ട്, then 5, then 7. സോ 2ന്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ, 3ന്റെ ഹയസ്റ്റ് പവർ 3 raised to x ആയിരിക്കും, then 5, then 7. സോ LCM നമുക്ക് തന്നിട്ടുണ്ട് 3780 is equal to 2 square into 3 raised to x into 5 into 7. സോ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് 3 raised to x അവിടെ വെച്ചിട്ട് ബാക്കി നമ്പേഴ്സ്, സോ ഈക്വലിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും. സോ 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. സോ നമുക്ക് ഫസ്റ്റ് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് 7, 5, then 6. 756 by 4 into 7. So next 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1, 8, 9. So 189 by 7 which is equal to 27. So 3 raised to x ആണ് 27. So നമുക്കറിയാം cube of 3 is equal to 27. So xന്റെ വാല്യൂ 3. സോ നമ്മൾ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number 12 raised to n cannot end with the digit 0 where n is a natural number. True or false? അപ്പോൾ നമുക്കിത് ട്രൂ ആണോ അല്ലെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. സോ ഏതൊരു നമ്പറും 0 എന്ന ഡിജിറ്റിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും 10. അതായത് ഇപ്പോൾ 100 ആണെങ്കിൽ ഓർ 80 ഓർ 60 ഏതൊരു നമ്പർ ആണെങ്കിലും അത് ദോസ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 10. സോ 10 എന്ന നമ്പറിൻ്റെ ഫാക്ടറൈസേഷൻ നമുക്ക് ആദ്യം ചെയ്യാം. 10 എന്താണ്? 2 into 5. സോ ഒരു നമ്പർ 0 എന്ന ഡിജിറ്റിൽ എൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു
നമ്പറിൻ്റെ ഫാക്ടേഴ്സിൽ 2 എന്ന പ്രൈമും വരണം 5 എന്ന പ്രൈമും വരണം. സോ നമുക്ക് 12 എന്ന നമ്പറിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 12 ആണ്. സോ 12നെ ചെയ്യുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. അതിവിടെ ഓക്കെ 2 സ്ക്വയർ ഇൻറ്റു 3 ആണ് 12ൻ്റെ ഫാക്ടറൈസേഷൻ. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് 2 എന്ന പ്രൈം 12 ഫാക്ടറായിട്ട് വരുന്നുണ്ട്. പക്ഷേ 5 എന്ന പ്രൈം നമ്പർ ഈ ഒരു ഫാക്ടറൈസേഷനിൽ മിസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് ദിസ് നമ്പർ കനോട്ട് എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0. സോ ഇപ്പോൾ ഇവിടെ 12 പകരം ഏതൊരു നമ്പർ തന്നാലും ആ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിൽ 2ഉം 5ഉം ബോത്ത് നമ്പേഴ്സ് വേണം. 2ഉം 5ഉം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. Then next question. So our last question is prove that 1/√5 is irrational. ഇവിടെയാണ് നമ്മൾ ആ തിയറം അപ്ലൈ ചെയ്യുന്നത്. അതായത് എ സ്ക്വയർ എന്ന നമ്പറിൻ്റെ ഫാക്ടറാണ് പി എങ്കിൽ എ എന്ന നമ്പറിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും പി. ഈ ഒരു തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് 1/√5 ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് 1/√5 ഈസ് റാഷണൽ. നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൺട്രഡക്ടറി മെത്തേഡ് വഴിയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് P/Q. പിയും ക്യൂ എന്താണ് ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. പി ആൻഡ് ക്യൂ ആർ ഇൻഡിജിയേഴ്സ് ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ കോപ്രൈം. കോപ്രൈം എന്ന് വെച്ചാൽ ദ നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി 1 കോമൺ ഫാക്ടർ. അതായത് 1 എന്ന നമ്പർ മാത്രമേ ഈ പി ആൻഡ് ക്യൂ എന്ന നമ്പേഴ്സിന് കോമൺ ആയിട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോപ്രൈം എന്ന ടേം വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജിയേഴ്സ് ആൻഡ് കോപ്രൈം. And Q is not equal to 0. ഈ ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ. ദെൻ നമുക്ക് 2 LHS and RHS സ്ക്വയർ ചെയ്യാം. 1/√5 will become 1/5. Then P square by Q square. ഒരു കണ്ടീഷൻ. P square by Q square ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ P square is equal to 5Q square. ഈ ഒരു ഇക്വേഷൻ എന്താണ്? ഓക്കെ, ദിസ് ഇക്വേഷൻ മീൻസ് 5 is a factor of P square. That means 5 is also a factor of P according to the theorem. So a factor of P. സോ 5 എന്നത് പിയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് എഴുതാൻ പറ്റും. സി ഈസ് എനി ഇൻറ്റിജിയർ. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഈ പിയുടെ വാല്യൂ 5C എന്നത് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 5C സ്ക്വയർ 5 സ്ക്വയർ C സ്ക്വയർ ഇസ് ഈക്വൽ ടു 5Q സ്ക്വയർ. 5 ക്യാൻസൽ ചെയ്തു. ദെൻ റിമൈനിങ് 5C സ്ക്വയർ ഇസ് ഈക്വൽ ടു Q square. This is equation 3. So your equation analyze ചെയ്യുമ്പോൾ we can see that 5 is also a factor of Q square. So according to the theorem we can say that 5 is also a factor of Q. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് 5 is also a factor of P, 5 is a factor of Q. That means 5 is a common factor of P and Q. അത് നമ്മൾ അസ്യൂം ചെയ്ത്, അതായത് 1/√5 ഈസ് റാഷണൽ P/Q. P/Q എന്താണ്? P ആൻഡ് Q എന്താണ്? കോപ്രൈം നമ്പേഴ്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ ആ ഒരു അസംഷൻ റോങ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. സോ ദാറ്റ് മീൻസ് ദ 1/√5 ഈസ് റാഷണൽ. ഇറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. ഏതൊരു നമ്പറിൻ്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയോ നമുക്ക് ഈ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 1/√5 പകരം 1/√7 ഓർ
3 ഏതൊരു നമ്പേഴ്സ് ആണെങ്കിലും ഇക്വേറ്റിംഗ് p/q, then squaring, then rearranging, then finding the factor, then ഒരു ആ നമ്പേഴ്സിനെ ഒരു സം ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുക, then substituting, solving. So the last question, 6th question ആണ്. സോ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന 2 തിയറംസും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന എക്സാം സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.